ഞാൻ ഡോക്ടർ ദീപ ദീപക്, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം, സമൂഹത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം വളരെയധികം കൂടി വരികയാണ്. ഈ ഒരു പ്രശ്നം ഒരു സോഷ്യൽ ഈവൾ എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയായി മാറുന്നത് കുട്ടികളാണ്. അതായത് ടീനേജേഴ്സും സ്കൂൾ കുട്ടികളുമാണ് ഇപ്പോൾ കാണുന്ന ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളിലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം കേരളത്തിലെ പല സ്റ്റഡീസിലും വളരെ കൂടുതലായിട്ട് കാണുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ലഹരി മരുന്നുകളുടെ സുലഭമായിട്ടുള്ള അവൈലബിലിറ്റി, സപ്ലൈ ചെയിൻ സിസ്റ്റംസ്, സോഷ്യൽ പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ സമൂഹവും അല്ലെങ്കിൽ നിയമനിർമ്മാണ വിദഗ്ധരും ഒക്കെ ചേർന്ന് മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആസ് വ്യക്തികൾ നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? കൂടുതൽ അവബോധം കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. അപ്പൊ ഡ്രഗ് അബ്യൂസ് അവെയർനെസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ സർക്കാരും മറ്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഒക്കെ ഒരുപാട് സാമൂഹിക അവെയർനെസ് പ്രോഗ്രാംസ് സ്കൂൾ വഴി നടത്തുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ തന്നെ നിങ്ങൾക്കറിയാം, സ്കൂൾ കാഡറ്റ്സ് എന്ന് പറയും. അതായത് സ്കൂളിലെ കുട്ടികളെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഇതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ട് സ്വന്തം ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്കൂൾ കാഡറ്റ്സ് എന്ന് പറയുന്നത്. അവര് പ്രത്യേകമായിട്ടൊരു സ്കൂൾ പോലീസ് എന്ന് പറയുന്ന രീതിയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ ചികിത്സയ്ക്ക് അയക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, വളരെ ക്യാച്ച് ദം യങ് എന്ന് പറയില്ലേ, വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചികിത്സ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളെ ഓവർകം ചെയ്യാം. ഒരു പ്രത്യേക സന്ദേശം പറയാനുള്ളത്, മറ്റെല്ലാ രോഗങ്ങളും പോലെ തന്നെ ഡ്രഗ് അബ്യൂസും പലപ്പോഴും, അല്ലെങ്കിൽ അതൊരു രോഗാവസ്ഥയിലായി മാറുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് അഡിക്ഷൻ. ബ്രെയിനിന്റെ ഉള്ളിൽ ഡ്രഗ് അഡിക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, റിവാർഡ് സിസ്റ്റംസ് എന്ന് പറയും. അതായത് ബ്രെയിനിൽ നമുക്ക് സന്തോഷം ഉളവാക്കുന്ന സംഭവങ്ങൾ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് പതിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഈ മരുന്നുകൾ, ഇത്തരം ലഹരി മരുന്നുകൾ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം അഡിക്ഷൻസ് നമുക്ക് അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള മരുന്ന് ചികിത്സയും റീഹാബിലിറ്റേഷനും കൗൺസിലിംഗും ഒക്കെ ഇതിന് വേണ്ടി വന്നേക്കാം.